നമസ്കാരം. സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. ഇന്ന് രാവിലെ മഴ, ഉച്ചയ്ക്ക് മഴ, നല്ല മഴയായിരുന്നു. മഴയാണെങ്കിൽ നമ്മൾ ഒരുപാട് യാത്ര ചെയ്തു. ഇന്ന് അങ്ങനെ കുറച്ച് നേരത്തെ നമ്മൾ ഒരു മണിക്കൂർ, ഒരു 3/4 മണിക്കൂർ നമ്മൾ മറ്റൊരു കല്ലിളക്കി നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പക്ഷേ അത് ചേരയായിരുന്നു, കിട്ടിയില്ല. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ ഒരു എന്താ പറയുക വേസ്റ്റ് വെച്ചിരുന്ന, അപ്പോൾ വേസ്റ്റ് ഒരു 8-10 ലോഡ് വേസ്റ്റ് വേണ്ട, അതെല്ലാം നീക്കം ചെയ്തിട്ട് കുറച്ച് സാധനം മാത്രം പുള്ളിക്കാരനോട് പയ്യൂന് പുല്ലരിയാനായിട്ട് വന്ന സമയത്ത് 2 അതിഥികൾ ഇങ്ങനെ കടി കൂടിയിട്ട് പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ പെട്ടെന്ന് ഈ വേസ്റ്റിന് ഇടയിലോട്ട് കയറുന്നു. അപ്പോൾ പുള്ളിക്കാരൻ നിൽപ്പുണ്ട്, അവിടെ നിൽപ്പുണ്ട്. പുള്ളിക്കാരന് നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിലോട്ട് വരാനായിട്ടൊരു ബുദ്ധിമുട്ടില്ല, ഒരു പങ്കം നാണക്കേടാണ്. അപ്പോൾ നമ്മൾ സമയം കളഞ്ഞാൽ അപ്പോൾ വേണ്ട കേട്ടോ, ഞാൻ എന്താ പറയുക തോർത്തൊക്കെ ചുറ്റി അങ്ങനെ നിൽക്കുന്നത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ആ സമയം തൊട്ട് ഇവിടെ നമ്മളൊരു 3/4 മണിക്കൂർ എടുത്തു. ആ സമയം തൊട്ട് ഇവിടെ പുള്ളി എന്താ പറയുക പോയിട്ടില്ല എന്ന് ഉറപ്പ് പറഞ്ഞ് നമ്മളറിയാമല്ലോ, നമുക്ക് പുറത്ത് പറമ്പാണെങ്കിൽ ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ഇതിലൂടെ ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു രക്ഷയില്ല, അങ്ങോട്ടുണ്ടെങ്കിലും പോകും. അതിലുപരി ഇവിടേക്ക് ഒരുപാട് ആൾക്കാർ വന്ന് എന്താ പറയുക ഇരിക്കുന്ന സ്ഥലം, അവിടെ കെട്ടിൻ്റെ പുറത്തൊക്കെ വന്ന് ഇരിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ നമുക്ക് ഇതറിയാം, നമുക്ക് എല്ലാവരും ഇത് ആക്കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇറക്കുളത്തുനിന്ന് ബോട്ടുകൾ പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് വേസ്റ്റ് കൂട്ടിയിരുന്ന സ്ഥലം. അപ്പോൾ അപ്പോഴൊക്കെ ഇതിനകത്ത് അതിഥിയിൽ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ അവരിപ്പോൾ ഒരാഴ്ചയായിട്ടുള്ള മുഴുവൻ 8 ലോഡ് ഉണ്ടായിരുന്നു, എല്ലാം നീക്കും. ഇനി കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. കണ്ടു എന്ന് പറഞ്ഞ സ്ഥലം ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു, പോയിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി ജനൽ വഴിക്ക് ഇറങ്ങി പോയിട്ടുണ്ടെന്നല്ല, പുള്ളി അവിടെയാണ് നോക്കി നിന്നത്. എന്നാലും നമുക്ക് സാധനങ്ങളൊന്ന് മാറ്റി നോക്കാം. ചെറിയ കാരണം 2 പറയുമ്പോഴത്തേക്ക് സാറിന് ഇപ്പോൾ ചേരകളുടെ മാറ്റിങ് ടൈമാണ്. പക്ഷേ പുള്ളി ഒന്നും ചേരയല്ല, കടി കൂടി 2 കൂടെ ഭയങ്കര കടിയായിരുന്നു. ചേരയാണെങ്കിലും കടി കൂടാം. പക്ഷേ ഒരുപാട് വേസ്റ്റ് ഇതിനകത്ത് കയറിപ്പോയാൽ പണിയാണ്. പൈപ്പാണ്, പൈപ്പ് പോലത്തെ ഹോളുള്ള സ്ഥലമാണ് കേട്ടോ. പൈപ്പ് പോലെ ഹോളുള്ള സ്ഥലമാണിത്. ഇതെല്ലാം ഹോളുണ്ട് കേട്ടോ അതിനകത്ത്. ഇതുണ്ടോ, എല്ലാത്തിനകത്ത് ഹോളുണ്ട്. പൈപ്പിനകത്ത് എന്തായാലും ഇല്ല. അപ്പം പൈപ്പിനകത്തില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പെട്ടി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കടി വീണനെ നോക്കി, എവിടെയാണ് പിടിച്ചത്? കടി വാ തുറന്നിരിക്കുന്നു. ഓക്കെ, ഇതായിരിക്കുന്നു. അയ്യോ, ഇതുണ്ടോ, ഇതെൻ്റെ കയ്യിൽ കടി വീണ്. ഞാൻ ആ സൈഡിലാണ് പിടിച്ചിരുന്നു. ഓക്കെ, അടിപൊളി. 2 എണ്ണം പുള്ളി പറഞ്ഞു. പക്ഷേ ഒന്നേ ഇതിനകത്ത് കാണുന്നുള്ളൂ. അതിനകത്ത് ഒന്നേ കാണുന്നില്ല. അപ്പോൾ പുള്ളി 2 ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇതിനകത്ത് കാണുന്നില്ല. ഇതിനകത്ത് ഒന്നേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് ബോക്സിൻ്റെ എടുത്ത് വന്നപ്പോൾ ഈ കൈയുടെ അടുത്ത് തന്നെ വായുമ്പുറന്ന് ഇങ്ങനെ ഇരിക്കും. ഞാൻ കണ്ടില്ല, അതിനകത്തിരിക്കുമെന്നുള്ള പ്രതീക്ഷയില്ല. ചപ്പനകത്തിരുമ്പോൾ ഞാൻ ചപ്പനകത്തൊരു അപ്പുറത്തെ റൂമിലോട്ട് പോകാനുള്ള സാധ്യത. പക്ഷേ എന്തായാലും ഒരു പുള്ളി പറഞ്ഞ കണക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ആരോഗ്യമുള്ള നല്ല സൂപ്പർ നല്ല ആരോഗ്യമുള്ള അതിഥി
നല്ല ആരോഗ്യം, അത് മാത്രമല്ല നല്ല ആക്റ്റീവാണ്. എനിക്കൊന്ന് കടി ഇനി 2 ഉണ്ടത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിവിടെ ഇതിൻ്റെ ചുണ്ട് മുറിഞ്ഞിരിപ്പുണ്ടോ എന്നൊരു സംശയം. എനിക്ക് സമയം കളയുന്നില്ല, പക്ഷേ ഇതിനകത്ത് 2 ഇനി പുള്ളി പക്ഷെ കണ്ടൊന്നും ചേരയായിട്ടാണെന്ന് എന്തായാലും അറിയില്ല. പക്ഷെ പുള്ളി 2 പത്തിയെടുത്ത് കൊണ്ടുവന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അടിപൊളി ഇതായിരിക്കും. എന്താ പുള്ളി പറഞ്ഞ ശരി, 2 ഇതാ നോക്കിയേ. ഇതത്ര ആരോഗ്യമില്ലാത്തൊരു സാധനം കേട്ടോ, ഇതത്ര ആരോഗ്യമില്ലാത്തൊരു. പക്ഷേ എനിക്ക് തോന്നണത് ഇതിനെയായിരിക്കും കടിച്ചതെന്ന് എനിക്ക് തോന്നണ്ടേ. ഇത് ആരോഗ്യമില്ലെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ നല്ല സൈസ് ഉണ്ട്. അടിപൊളി. ഇതിന് സൈസുകളൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ മുട്ട ഇട്ടതിന് ശേഷമുള്ള ഉണ്ടോ, മുട്ടയിട്ട് വന്നതിന് ശേഷമുള്ള ഫീമെയിൽ. നോക്കി, മുട്ടയിട്ട് നല്ല ടയേർഡായിട്ട് ഉള്ളൊരധികം അല്ലേ. നോക്കിയതാ ഉണ്ടോ. അദ്ദേഹം കണ്ടത് വെറുതെ ഇല്ല. കാരണം വെച്ചാൽ പുള്ളിയൂർക്ക് ഇവിടെയൊക്കെ ഒരുപാട് 100 കണക്കിന് പാമ്പുകളുണ്ടായിരുന്ന സ്ഥലമാണ്. പശുവിന് പാമ്പടിയിട്ട് മറിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. അല്ലാതെ പാമ്പിനെ കടിയേറ്റ് ആ പാമ്പിൻ്റെ ഇടയിട്ട് ആൾക്കാർ മരിച്ചിട്ടുള്ള ഒരു ലൊക്കേഷൻ. ഇപ്പോൾ കുറേ നാളുകൊണ്ട് എന്താ പറയുക, കാടുകളിൽ കിടന്നപ്പോൾ സാധനങ്ങളൊന്നും പുറത്തേക്ക് വരുന്നു. ഇപ്പോൾ കാടുകളൊക്കെ ആൾക്കാർ വെട്ടി തുടങ്ങി. എനിക്ക് തോന്നുന്നത് ഇതിനായിരിക്കും ഇതിൻ്റെ കടി കിട്ടിയിരിക്കുമെന്ന് എനിക്ക് തോന്നാറുണ്ടല്ലേ. എന്താ നല്ല കടി കിട്ടി, പക്ഷെ അത് ടയേർഡാണെങ്കിലും. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ ടയേർഡായത് ഇതിനെ കടിച്ചിരിക്കുകയാണ്. കാരണം വെച്ചാൽ അത് ടയേർഡായ മുട്ട വിരിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളെ ഒക്കെ പുറത്ത് പോയതിന് ശേഷം തീറ്റി തേടി വന്നാൽ അത് കണ്ടോ, നല്ല ടയേർഡ് ഉണ്ടോ, ശരീരം കൊണ്ട് നല്ല പരന്നിരിക്കുന്നുണ്ട് ശരീരം, നല്ല മുട്ടയിട്ട്. എനിക്ക് തോന്നുന്നത് ഈ വർഷം എങ്ങനെയായാലും ഒരു 38ഓളം മുട്ടകൾ ഇട്ടതിന് ശേഷം ഭക്ഷണം തേടി ഇറങ്ങിയ അതിഥിയാണ് ഇദ്ദേഹം. ഇതും അതുപോലെയാണ്. ഇത് ഫീമെയിലാണ്, മെയിലല്ല. അധികവും കണ്ടോ, ഇദ്ദേഹവും കണ്ടു 2 നല്ല സൈസ് കണ്ടോ. എൻ്റെ അമ്മ 2 മുട്ട കടി. എനിക്ക് തോന്നുന്നു ഇവർ ആ ചേട്ടൻ കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇവർ ഒന്നിനെ തട്ടി ഫുഡാക്കിയാനുണ്ടോ. ഇത് നല്ല ഉഷാറ്. പക്ഷേ അദ്ദേഹം നല്ല ടയേർഡാണ്. ആ ടയേർഡായ അതിഥിക്കാണ് ഫുഡിൻ്റെ ആവശ്യം. 10 വയസ്സോളം പ്രായം വരുന്ന കണ്ടു കഴിഞ്ഞൊരു മെയിലിൻ്റെ കണ്ടോ, കണ്ടു കഴിഞ്ഞാൽ ഒരു ആണതിഥി കണ്ടോ. കണ്ടാലൊരു മോട്ട ആണിൻ്റെ അത്, പക്ഷേ ആണല്ല, പെണ്ണാണ്. ഇതും അതുണ്ട്. ഇതിനെ കണ്ടാലും പെട്ടെന്ന് നമ്മളുണ്ടാവും ആണെന്ന് തോന്നുന്നു, പക്ഷേ ആണല്ല, പെണ്ണ്. അതിനെ കണ്ട വലിയ തല കണ്ട് നമ്മളിരിക്കും വലിയ മുട്ടക്കാട്ട ആണാണെന്ന് ഇരിക്കും. അല്ല, അത് പെണ്ണ്. മുട്ടയിട്ട് അതിന് ശേഷം ടയേർഡായി അതിന് ശേഷം ഭക്ഷണം തേടി പുറത്തേക്ക് വന്നു. അത് നമുക്ക് കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇത് കണ്ട, ഇതും അതുപോലെയാണ് കണ്ട. പക്ഷേ ഇദ്ദേഹത്തിന് എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇദ്ദേഹം നല്ല ആക്റ്റീവ്, നല്ല വയലൻ്റാണ്. കാരണം എനിക്കിങ്ങനെ കടി കിട്ടിയതിൻ്റെ ആയിരിക്കും, ഇതിനായിരിക്കും അത് കടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. മറ്റേ നല്ല ടയർഡാണ് കേട്ടോ, നല്ല ടയർഡാണ് അതെ. പക്ഷേ ഇദ്ദേഹം നല്ല ഉഷാറായ ആൾ, നല്ല പണിക്കാരൻ. നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഉഷാറാവാത്ത ആളായിരിക്കും പണിക്കാരൻ. അല്ല, ഉഷാറുള്ള ആൾ ഒന്നുമില്ല, നല്ല പണിക്കാരൻ ആളാണ്. നല്ല ആക്റ്റീവ്, നല്ല ചാടി കുതിച്ച് വരുന്നുണ്ട് കണ്ടോ. ഇതാ വരുന്നുണ്ടോ, ചാടി വരുന്നുണ്ടോ കണ്ടോ. നല്ല ചാടി കുതിച്ച് വരുന്നു, നല്ല ചാടി. നോക്കിക്കോളൂ. നല്ല ആക്റ്റീവ് ഉണ്ടോ, ഇത് നല്ല ആക്റ്റീവ്. നമ്മൾ ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നല്ല കടിക്കാനുണ്ട്, നല്ല ടെൻഷൻ. എനിക്ക് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കും, പാമ്പുപിടുത്തക്കാർക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ പെട്ടെന്ന് കടി കിട്ടുന്നത് ഇദ്ദേഹത്തെ പോലുള്ള. പെട്ടെന്ന് അദ്ദേഹം കുതിച്ച് വരുന്നുണ്ട്. എന്താ ഇത് കണ്ടോ, അദ്ദേഹത്തിന് നല്ല വിഷയം. ഇദ്ദേഹത്തിനാണ് കൂടുതൽ കടിയിട്ടിട്ടുള്ളത്. അവിടെ കടിയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിന് അവിടെ കടിയിട്ടിയ പാട് കണ്ടു. ഇദ്ദേഹം നേരത്തെ അദ്ദേഹത്തിൻ്റെ വയറ്റിലൂടെ കടിച്ച് പിടിച്ചിരിക്കുന്നുണ്ട്. കുറച്ച് നേരത്തെ കടിച്ച് പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ കടിയിട്ടതിൻ്റെ ദേഷ്യം ഒരിക്കലും ഇദ്ദേഹം ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് കാണിക്കുന്നുണ്ടോ. ഇദ്ദേഹത്തിൻ്റെ വായുണ്ടോ, അദ്ദേഹവും നോക്കിക്കോളൂ. ഇപ്പോൾ മിക്കവാറും കടിക്കാൻ സാധ്യതയോ നോക്കിയോ, മിക്കവാറും കടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ യാത്രയ്ക്ക് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ, ഒട്ടനവധി അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം നല്ല ടയർഡാണ് കണ്ടോ. ഇദ്ദേഹം നല്ല ടയർഡാണ് കണ്ടോ, നല്ല ടയർഡാണ്. നല്ല ടയർഡ്. ഒരു എന്താ പറയുക, നല്ല വയ്യായികയുണ്ട്. എന്നാലും കടിയിൽ ഒരു ദാക്ഷിണ്യം കാണിക്കുന്നില്ല അദ്ദേഹം.
നല്ല സൈസുള്ള നോക്കി ഒരു 6 അടിയിലേറെ നീളം വരുന്ന 2 പേര് ഒന്നിനൊന്ന് മെച്ചം കണ്ടോ, 2 പേര് ഒന്നിനൊന്ന് മെച്ചം. അതുപോലെ കടി ഗ്യാപ്പൊക്കെ ചുമ്മാ ഈസി ആയിട്ട് അവന് നിന്ന് ഇറങ്ങിപ്പോകും. ഇത് പടം പൊഴിച്ചു, ഇത് പടം പൊഴിച്ചു, ഇത് പടം പൊഴിച്ചില്ല. രണ്ടും നമ്മൾ വ്യത്യാസമാണ്. പക്ഷേ രണ്ടും 2 കളറാണ്. പടം പൊഴിച്ചാലും പൊഴിച്ചില്ലെങ്കിലും 2 കളറാണ്. ഇത് കണ്ടോ, ഇത് ഒരു എന്താ പറയുക, ഒരു കോഫി ബ്രൗണിൻ്റെ കളർ. ഇതിൽ അതിന് കുറച്ചുകൂടി ഒരു മഞ്ഞ കളർന്ന കളർ കുറച്ച് കൂടുതൽ. അപ്പോൾ നമുക്കിവിടെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ യാത്രയ്ക്കൂടെ തന്നെ നമുക്ക് 1, 2, 3, 4, 5, 6 കളറിലെല്ലാം നമുക്ക് അതിലെ കിട്ടിയിട്ടുള്ളത്. അതിനേക്കാളും കൂടി നമുക്ക് കിട്ടും. നമുക്ക് വെള്ള കളർ കിട്ടിയിട്ടുണ്ട്, സ്വർണ്ണ കളർ കിട്ടിയിട്ടുണ്ട്, അത് നല്ല കറുപ്പ് കിട്ടിയിട്ടുണ്ട്, പിന്നെ അതിന് ചെറിയ ലൈറ്റ് ബ്രൗൺ, ലൈറ്റ് എന്താ പറയുക ആഷൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നൊരു 10ഓളം ചെറിയ ചെറിയ കളർ വ്യത്യാസങ്ങൾ നമുക്ക് നമ്മുടെ മൂർക്കൻ അതിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇന്ന കളറേ ഉള്ളൂ എന്ന് ഒരിക്കലും പറയാൻ പറ്റുകയില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. എനിക്ക് തോന്നുന്നു അതിനകത്ത് കയറിക്കിടന്ന് തട്ടി മുട്ടി എൻ്റെ ചുണ്ടൊക്കെ മുറിഞ്ഞുണ്ടോ. ഇത് കടിച്ചതാണോ അത് കടിച്ചതാണോ, ഇവർ തമ്മിൽ കടിച്ച് പെരഞ്ഞിരിക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരം നല്ല ടയർഡാണ് കേട്ടോ. പാമ്പുകളെന്ന് പറഞ്ഞ സാധനങ്ങൾ ഈ പറമ്പുകൾ ജീവിക്കുന്നൊരു സാധനം. അപ്പോൾ നമ്മൾ അവിടെ വൃത്തിയാക്കുമ്പോൾ അവിടെ കിടക്കുന്ന അതിഥികൾ തൊട്ടടുത്തടുത്ത് വീടുകളിൽ, നമ്മുടെ നാട്ടിൽ അതാണ്, നമ്മുടെ നാട്ടിൽ അടുത്തടുത്ത് വീടിരിക്കണം. അപ്പോൾ ഇവയൊക്കെ അടുത്ത വീടുകളിലേക്ക്, കാരണം വീട്ടുകാർ അത്രയ്ക്ക് ശ്രദ്ധിക്കും. ആ പറമ്പ് വൃത്തിയാക്കിയല്ലോ ഇനി പാമ്പ് വരില്ല എന്നൊരു വിശ്വാസത്തോടെ അവരിയ്ക്കും. അവരുടെ വീടൊക്കെ അവർ കൈകാര്യം ചെയ്യും. അപ്പോൾ ഇതെന്ത് ചെയ്യുന്ന പറയും, ഇത് നേരെ വീട്ടിനകത്ത് കയറി അവർ ശ്രദ്ധിക്കത്തില്ല. അവരുടെ പറമ്പിൽ വന്നിരിക്കുക, അല്ലെങ്കിൽ അവരുടെ അടുത്തുള്ള മാളങ്ങൾ വന്നിരിക്കുക, അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ അടുത്തുള്ള വിറവോ ചപ്പ അടിക്കുകയും അവിടെയൊക്കെ വന്നിരിക്കും. അപ്പോൾ ഇവരറിയാതെ ഇതൊന്നും പറമ്പ് വൃത്തിയാക്കി കിടക്കില്ലേ, അതിന് ഇതൊന്നും കാണില്ല എന്നും അവർ കൈകാര്യം ചെയ്യും. ചെന്നൊക്കെ ചവിട്ടും, കടി വാങ്ങും, അപകടം. ഒരു കാരണവശാലും വേക്കൻ്റായി കിടക്കുന്ന പറമ്പുകൾ ഒരു ഉപയോഗവും ഇല്ല. അവിടെ വീടുകൾ 1, 2 വീടുകളുണ്ട്, ആ വീട് മാത്രം നിങ്ങൾ പരിസരം വൃത്തിയാക്കിയിടുക. ആ പറമ്പുകൾ അവിടെ അങ്ങനെ തന്നെ കാടുകയറി കിടന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഇവർ പരസ്പരം തിന്നാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തിന്നാൻ ശ്രമിക്കുന്ന സമയത്താണ് പുള്ളി കണ്ടത്. ഇപ്പോൾ ഒരിക്കലും പാമ്പുകളുടെ ഇണച്ചൽ, മൂർക്കൻ്റെ ഇണച്ചൽ സമയമല്ല. ഇപ്പോൾ ചേരകളുടെ ഇണചേൽ സമയമാണ്. ചേരകളുടെ ഇണചേൽ മാത്രമല്ല, ചേരയുടെ ഫൈറ്റിംഗ് സമയമാണ്. ഇന്ന് രാവിലെ വെള്ളനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് രാവിലെ 8 മണിക്ക് തുടങ്ങിയ 2 ചേരകൾ തമ്മിലുള്ള ഫൈറ്റിംഗ് ഇന്ന് 5 മണിയായിട്ടും ഇപ്പോൾ ഈ വൈകിട്ടായിട്ടും കഴിഞ്ഞില്ല എന്ന് പറയും. കാരണം ഞാൻ പറഞ്ഞ 2 മെയിലുകൾ, 2 ആണുങ്ങളാണെങ്കിൽ അങ്ങനെ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് ഇങ്ങനെ മാറ്റിങ് ഇങ്ങനെ പെരഞ്ഞിരിക്കും, തമ്മിൽ കടികൂടും. ചിലപ്പോൾ ഒന്നൊന്നിനെ കൊല്ലാം, ചിലപ്പോൾ ഒന്നൊന്നിനെ കൊന്നതിന് ഇങ്ങനെയൊക്കെ സംഭവിക്കും. മൂർക്കാണെങ്കിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. രാജവെമ്പാലയാണെങ്കിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇതെന്തായാലും മാറ്റിംഗ് അല്ല. ഇതിപ്പോൾ നമ്മൾ തമ്മിൽ കടിച്ച് തിന്നാൻ ശ്രമിച്ചാണ്. ഇദ്ദേഹം എന്തായാലും നല്ല ഒരു 30-38 മുട്ടകളിട്ട് കുഞ്ഞുങ്ങളെ പുറത്ത് വിട്ടതിന് ശേഷം വന്ന അതിഥി ആവാൻ സാധ്യതയുണ്ട്. അത്രയ്ക്ക് നല്ല ഫ്ലാറ്റായിട്ട് നല്ല അറിയാം. നമ്മൾ പാമ്പുകളുടെ നമ്മൾ തീരുമാനിക്കുന്ന പെണ്ണ് മുട്ടയിട്ടെന്ന് വിചാരിക്കുന്ന വയറ് പതിയുമ്പോൾ ഈ വർഷം മുട്ടയിട്ട്, കഴിഞ്ഞ വർഷം കിട്ടുന്ന ഇത്രയും ടയർഡാവുമല്ലോ. ഇത് ഈ വർഷം മുട്ടയിട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹം പക്ഷേ ഫീമെയിലാണെങ്കിലും മുട്ട ഇട്ടിട്ടില്ല. 2ൻ്റെയും തല കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും ഫീമെയിൽ എന്ന് പറയുകയില്ല. പെട്ടെന്ന് നമുക്ക് തെറ്റിവിധമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാലിൻ്റെ ആഗ്രഹമുണ്ട്. ആ വാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ പടർന്നിരിക്കുന്നതാണ് ഫീമെയിലിൻ്റെ ഒരു പ്രത്യേകത. മുട്ടയിട്ട് കഴിഞ്ഞാൽ ഇവിടെ പടർന്ന് പരന്നു വരും. അല്ലെങ്കിൽ വാലിനാണ് ഊരുണ്ടിരിക്കുക, അത് പരന്നിരിക്കുന്നു. വാലിന് നീളവും കുറവായിരിക്കും. ഇത് പക്ഷേ ഇതും ഫീമെയിലാണ്, വാലിന് നീളം കുറവാണ്. പക്ഷേ തല കണ്ട ഒരു മെയിലിൻ്റെ തലയാണ്. പക്ഷേ സ്കിൻസ് കണ്ടാൽ അറിയാൻ പറ്റും. പാമ്പിനെ പിടിച്ച് കൈകാര്യം ചെയ്യുന്നവർക്കും പാമ്പിനെക്കുറിച്ച് പഠിക്കുന്നവർക്കൊക്കെ അത് അറിയാൻ പറ്റും. 2 ഫീമെയിൽ, 2 മെയിലും ഫീമെയിലും അല്ലാന്ന് മനസ്സിലാക്കാൻ പറ്റും. പ്രിയപ്പെട്ട അധികാരികളോട് 1-2 കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഒരുപാട് നമ്മുടെ പ്രോഗ്രാമിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഓർക്കണം. 110 വർഷം പഴക്കമുള്ള മെഡിസിനാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്, ആൻറ്റിവെനം എന്നുള്ള മരുന്ന്. അതിനെ 4 പ്രാവശ്യം റീഡെവലപ്പ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇനിയെങ്കിലും അത് റീഡെവലപ്പ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ പാമ്പ് സർപ്പദംശനമേറ്റ് അല്ലെങ്കിൽ നമ്മുടെ അതിഥികളുടെ കടിയേറ്റ് അത് ആൾക്കാരുടെ മരണത്തിലേക്ക് പോകുന്ന അവസ്ഥ കൂടുതലാവുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മരുന്ന് മാത്രം പോരാ, അതിനു വേണ്ടുന്ന ഫെസിലിറ്റീസ്, അത് നമ്മളൊരു ഹോസ്പിറ്റലിൽ ആൻറ്റിവെനം വാങ്ങി വയ്ക്കുമ്പോൾ അവിടെ ആൻറ്റിവെനം മാത്രം പോരാ, ആൻറ്റിവെനം കൊടുക്കാൻ കഴിവുള്ള ഡോക്ടർമാരുണ്ടാവണം, നൈറ്റിൽ ഡോക്ടർമാരുണ്ടാവണം, അതിലുപരി നമ്മുടെ വെൻറ്റിലേറ്റർ സൗകര്യം ഉണ്ടാവണം, അതുപോലെ നമ്മുടെ ഡയാലിസിസ് സൗകര്യം ഉണ്ടാവണം. ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മരുന്ന് കരുതി വെച്ചിട്ട് കാര്യമുള്ളൂ. നമ്മളെന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാമിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ നമ്മുടെ അധികാരികൾ ഈ പ്രാവശ്യം എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി, നമ്മുടെ കേരള സംസ്ഥാനത്തിന് വേണ്ടി മാത്രം ഒരു ആൻറ്റിവെനം ഡെവലപ്പ് ചെയ്തില്ല എങ്കിൽ സീറോ ബൈറ്റ് പോളിസി എന്നല്ല പറയേണ്ടത്, സീറോ ഡെത്ത് പോളിസിയിലേക്ക് നമുക്ക് പോകാൻ കഴിയും. നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഭാരതത്തിൽ തന്നെ നമ്മുടെ കേരളം ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഒരു കാര്യത്തിലാണ്. ഏത് കാര്യത്തിലെന്ന് അറിയാമോ? 2036 അല്ലെങ്കിൽ 40-ന് താഴെ
നമ്മളെത്തുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാനത്തിലാണ് വികസിപ്പിച്ചത് എങ്കിലും നമ്മുടെ ഇന്ത്യ ഒട്ടുക്കത് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ഡെത്ത് പോലും ഇല്ലാത്ത, പാമ്പ് കടിയേറ്റ ഒരു ഡെത്ത് പോലും ഇല്ലാത്ത രീതിയിലേക്ക് ഒരു കിറ്റ് ഡെവലപ്പ് ചെയ്യണം. അത് ആ കിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രഗ്നൻസി കിറ്റ് പോലെ ഒരു കിറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ. അത് നമുക്കൊരു ഇപ്പോൾ ലാസ്റ്റ് ഫൈനലായിട്ട് നമുക്ക് ലാബ് ടെസ്റ്റിന് പോയിരിക്കുകയാണ്. അത് മിക്കവാറും ഒരു വർഷത്തിനകത്ത് നമുക്ക് വിപണിയിലെത്തും. അതിൻ്റെ ഒരു പ്രത്യേകത, പാമ്പ് കടിയേറ്റ ആളിന് കടിയേറ്റ മുറിവിൽ നിന്നും അദ്ദേഹത്തിൻ്റെ യൂറിനിൽ നിന്നും ഒരു തുള്ളി കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് പാമ്പാണെന്ന് നമുക്ക് ആ വിത്തിൻ സെക്കൻഡ്സിനിടയിൽ അറിയാൻ പറ്റും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ കൊടുക്കുന്ന പോളിവാലൻ്റ് എന്ന് പറഞ്ഞ സാധനം മാറ്റിയിട്ട് തനി അണലിക്കുള്ള മരുന്ന് അണലി കടിക്കുന്ന ആളിന് അണലിക്കുള്ള മരുന്ന് മാത്രം കൊടുക്കാം, മുറുക്കൻ കടിക്കുന്ന ആളിന് മുറുക്കനുള്ള മാത്രം കൊടുക്കാം, ശങ്കുരൻ കടിക്കുന്ന ആളിന് ശങ്കുരൻ്റെ കടി കേൾക്കുന്ന ആൾക്ക് ശങ്കുരൻ കടിക്കുന്ന മരുന്ന് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡെത്ത് കുറയും. പെട്ടെന്ന് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞ് റിപ്പോർട്ട് വരുന്നവരെ നമ്മൾ കാത്തിരിക്കേണ്ട, ആളിനെ നമുക്ക് പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നൊരു സംവിധാനം കൂടി നമ്മുടെ കേരളത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ കാര്യവട്ടം യൂണിവേഴ്സിറ്റിയിൽ ജന്തുശാസ്ത്ര വിഭാഗത്തിൽ ആരംഭിച്ച വിമൻ സാറിൻ്റെ വിങ്ങിൽ ആരംഭിച്ച ഒരു യാത്രയാണ്. അതിൽ നമ്മൾ ഡോക്ടർ ദിലീപ്, സയൻറ്റിസ്റ്റ് ദിലീപ് സാറാണ് അതിൻ്റെ മുൻകൈ എടുത്ത് നിൽക്കുന്നത്. വേറെ ഒരുപാട് ഡോക്ടർമാരുണ്ട്. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. അവർ രണ്ടുപേരും നമുക്ക് എന്താ പറയുക, അവർ നമ്മളെ നോക്കി തന്നെ ഇങ്ങനെ, എന്താടാ നിങ്ങൾ ഇത്രയും നേരം ഞങ്ങളെ കഷ്ടപ്പെടുത്തുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടില്ലെങ്കിൽ നമുക്ക് ഈ ഏതെങ്കിലും ഒരു അതിഥിയുടെ വയറ്റിൽ കിടന്ന അതിഥിയായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിന്ന് രണ്ടുപേരെയും കിട്ടി. അപ്പോൾ എന്തായാലും നമ്മൾ സന്തോഷം. സമയം കളഞ്ഞേട്ടാ ചാക്കി ചേരാം. രണ്ട് പേരും അപ്പോൾ നമ്മൾ സമയം കളഞ്ഞില്ല. ഒരാൾ നമ്മൾ ചാക്കിലാക്കി, അടുത്ത ആൾ കുറച്ചുകൂടി അഗ്രസീവാണ്. അപ്പോൾ അദ്ദേഹത്തെ ചാക്കിലാക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ വലിയ പ്രശ്നക്കാരനാണ്. രണ്ട് പേരെ സേഫായിട്ട് ചാക്കിലാക്കി. രണ്ട് അതിഥികളെ പിടികൂടിയ എപ്പിസോഡ്, അല്ലെങ്കിൽ നമ്മുടെ യാത്രാവിശേഷം നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ബിഗ് സല്യൂട്ട്. നന്ദി, നമസ്തേ.